ഹലോ ഗെയ്സ്, ഐ ആം രാഹുൽ രാജ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൺബോക്സിംഗ് ജോ. ഇന്നത്തെ വീഡിയോ കൂടെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് MIUI 12 കൺട്രോൾ പാനലിൽ നമ്മുടെ MIUI 11 എങ്ങനെ നമുക്ക് ഇനേബിൾ ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ കൂടെ ഞാൻ പറഞ്ഞു തരുന്നത്. അതോടൊപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ കൂടെ ഞാൻ ഒരു ഇൻഫർമേഷൻ കൂടെ തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്താൽ മാത്രമേ ഇൻഫർമേഷൻ എന്തുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അതോടൊപ്പം മാക്സിമം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തിരിക്കണം. ഈ ഇൻഫർമേഷൻ വളരെയധികം പ്രയോജനമുള്ളതാണ്. കാര്യം ഈ ഇൻഫർമേഷൻ നിങ്ങൾ മിസ് ചെയ്താൽ നിങ്ങളുടെ റെഡ്മി ഫോണിൽ നിങ്ങൾ കാണിക്കുന്ന വലിയൊരു ഇഷ്യൂ ആണ് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മിസ് ചെയ്താൽ. അപ്പോൾ ഇൻഫർമേഷൻ മാക്സിമം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തിരിക്കണം ഈ ഒരു വീഡിയോ. അതിലിപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തു പോവുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അതിനെ വിളിച്ച് വേണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിലിപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്. Couldn't even hear me if I yelled. It's so cold outside, I'm alone, I'm alright. It's so cold outside, I'm alone, I'm alright. It's so cold outside. റെഡ്മി ഫോണിലൊക്കെ MIUI 11 അതുപോലെ MIUI 12 ആയപ്പോൾ പോലും നമുക്ക് ഈ രീതിയിലുള്ള നോട്ടിഫിക്കേഷൻ പാനലായിരുന്നു. ഒരു രീതിയിലും ചേഞ്ച് ഒന്നും ഉണ്ടായില്ലായിരുന്നു. അപ്പോൾ ഈ വരുന്ന MIUI 12 അപ്ഡേഷനിൽ നമ്മുടെ കൺട്രോൾ പാനൽ നല്ല രീതിയിലൊന്ന് മാറ്റിയെടുക്കുകയാണ്. ഏകദേശം ഐഫോണിൻ്റെ ആ ഒരു രീതിയിലുള്ള ഡിസൈനിൽ നമ്മുടെ MIUIയുടെ കൺട്രോൾ പാനലൊന്ന് മാറ്റിയെടുക്കുകയാണ് MIUI 12 ആകുമ്പോൾ. അപ്പോൾ അതെങ്ങനെ നമ്മുടെ ഫോണിൽ ഇപ്പോൾ എനേബിൾ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ കൂടെ ഞാൻ കാണിച്ചു തരുന്നത്. അത് നമ്മുടെ MIUI 11 എങ്ങനെ എനേബിൾ ചെയ്യുന്നതാണ്. ഫസ്റ്റ് നമുക്ക് MIUI തീം എഡിറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഈ തീം എഡിറ്റർ ഓപ്ഷനകത്ത് ഞാൻ നിങ്ങൾക്ക് ആ തീമിൻ്റെ ലിങ്ക്, ഈ ഒരു കൺട്രോൾ പാനിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്നും ഈ തീം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ അലോ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഈ ഒരു ഫയലിൽ അലോ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കണ്ടോ 9.5+ ഓർ ലേറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് അതേ തന്നെ കിടന്നാൽ മതി. വേറൊന്നും തന്നെ നമ്മളൊന്ന് മാറ്റി കൊടുക്കേണ്ട. കാര്യം അതെന്ന് പറഞ്ഞാൽ MIUI 11 വേർഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടോ അവിടെ 2 വേർഷനേ നമുക്ക് ഇനേബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു വേർഷൻ കൊടുത്തിട്ട് ഡൺ കൊടുക്കുക. അതിനുശേഷം പിക്ക് എ തീം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ബ്രൗസർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ബ്രൗസർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. അപ്പം നേരെ നമ്മളിവിടെ പോകാം. അപ്പം ഞാൻ ഓൾറെഡി ഒരു സൈറ്റിൽ നിന്നാണ് ഈ തീം എടുത്തത്. അപ്പം നല്ല ക്ലിയർ ആയിട്ടുള്ള, ഇപ്പോൾ ബഗ്ഗൊന്നും കയറാത്ത രീതിയിൽ നല്ല സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സൈറ്റിൽ നിന്ന് തന്നെയാണ് ഞാൻ തീം ഡൗൺലോഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം കൺട്രോൾ പാനൽ MI കൺട്രോൾ എന്ന് നടക്കുന്നതാണ്. MI കൺട്രോൾ എന്ന് പറഞ്ഞ് നടക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ MI കൺട്രോൾ എന്നുള്ള ഓപ്ഷൻ ഇവിടെ സെലക്ട് ചെയ്യുക. കണ്ടോ, സെലക്ട് ചെയ്യുക. അതിനുശേഷം ഞങ്ങൾ താഴെ പോയി കിടന്ന് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഓക്കെ കൊടുത്ത ശേഷം ജസ്റ്റ് സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ കാണാം നിങ്ങൾക്ക് ഇവിടെ കുറേ രീതിയിൽ ഇത് നടക്കുന്നത്. അപ്പോൾ ഈ MIUI തീം എഡിറ്റർ എന്ന് പറഞ്ഞാൽ റെഡ്മിയുടെ തന്നെ ഒരു ആപ്ലിക്കേഷനുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യമുള്ളൊരു തീം എഡിറ്റർ ആപ്ലിക്കേഷനാണിത്. അപ്പോൾ നമുക്കിവിടെ താഴെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരുന്ന കാണാം. ഇവിടെ കണ്ടോ ഫയൽ നെയിം MI കൺട്രോൾ 12 എന്ന് പറഞ്ഞ കിടപ്പുണ്ട്. അപ്പോൾ താഴെ ഇതുപോലെ സ്റ്റോറേജ് എമുലേറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത്രയും മാത്രം നിങ്ങൾ കറക്റ്റായി നോക്കുക. വേറെ ഒന്നും തന്നെ ഇതിനകത്തൊരു ചേഞ്ച് വരുത്തരുത്. ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ തീം അതേ രീതിയിൽ അപ്ലൈ ആവില്ല. അപ്പോൾ നമുക്ക് താഴെ കാണുന്ന ഫിനിഷ് എന്നുള്ള ബട്ടൺ ഞെക്കുക. പിന്നെ ഈ MIUI തീം എഡിറ്റർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ സെക്യൂർഡ് ആണ്. ഇത് ഓൾറെഡി പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ് ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ ഓക്കെ എന്ന് കൊടുക്കുക. ശേഷം ഇപ്പം നമ്മുടെ തീമൊക്കെ ഏകദേശം MI കൺട്രോൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പം എൻ്റെ ചാനലായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിലിപ്പം വീഡിയോ ഇഷ്ടപ്പെടുമ്പം ലൈക്ക് ചെയ്യുക. അപ്പം നമുക്കിനി ബാക്കി കാര്യങ്ങളോട് പോകാം. അപ്പം നമുക്ക് ഈ തീമൊക്കെ അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് കൺട്രോൾ പാനൽ ചേഞ്ച് ആകുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് തീംസ് എടുക്കുക. അപ്പം നമ്മൾ ജസ്റ്റ് തീംസ് എടുക്കുകയാണ്. ജസ്റ്റ് നിങ്ങളിവിടെ വരുക, മൈ പേജിലോട്ട് പോവുക. തീം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. തീമിനകത്തൊരു ഓപ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ MI കൺട്രോൾ 12 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ എനേബിൾ ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യരുത്. അപ്ലൈ മീ MI കൺട്രോൾ 12 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് തീമിനകത്ത് കണ്ടോ അവരെങ്ങനെ തന്നേക്കുന്നത്. അപ്പം ജസ്റ്റ് നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പം ഇത് അപ്ലൈ ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്ലൈ ആയി കഴിഞ്ഞ ശേഷം നമ്മൾ ഫസ്റ്റ് തന്നെ താപ്പോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ കാണുന്നത് MIയുടെ തന്നെ നമ്മൾ ലോക്ക് സ്ക്രീൻ എടുത്താനുള്ള കൺട്രോൾ പാനലാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് മറ്റേ കൺട്രോൾ പാനൽ കിട്ടുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ MIയുടെ ലോക്ക് സ്ക്രീൻ. അപ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോൾ ഈ കൺട്രോൾ പാനൽ വർക്കിംഗ് ആണ്. അപ്പോൾ ജസ്റ്റ് നോക്കുക. കണ്ടോ MIയുടെ 12 വരുന്ന അതേ കൺട്രോൾ പാനലാണ് നമുക്കിവിടെ വരുന്നത്. കണ്ടോ ബാറ്ററി ഇതാവുന്നു, ബാറ്ററി സീറോ ആവുന്നു, നെറ്റ് ഓൺ ആവുന്നുണ്ട്, അതുപോലെ ബ്ലൂടൂത്ത് ഓൺ ആവുന്നുണ്ട്, അതുപോലെ ഇപ്പം
വൈഫൈ ഓൺ ആവുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് എല്ലാം ഓൺ ആവുന്ന കാണാം. അതിലിപ്പോൾ കണ്ടോ സ്റ്റെപ്പ് 84 സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. ഇവിടെ NFC ഉണ്ട്, അതിൽ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആവുന്നുണ്ട്. ഇപ്പം ക്യാമറ കാര്യങ്ങളൊക്കെ ഓൺ ആവുന്നുണ്ട്. ബ്രൈറ്റ്നെസ് കുറയാനും കൂട്ടാനും പറ്റുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് കണ്ടല്ലോ. ഇപ്പം നിങ്ങൾക്ക് ഒന്നും കൂടെ അതിൻ്റെ ആനിമേഷൻ കാണിച്ചു തരാം. ജസ്റ്റ് നിങ്ങൾക്ക് ഓൺ ചെയ്യുമ്പോൾ കണ്ടോ ഗ്ലോബ് ഇങ്ങോട്ട് പോയെന്ന് കറങ്ങുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോക്കകത്ത് ഇൻഫർമേഷനായിട്ട് ഒരു കാര്യം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ, ഞാൻ ഇങ്ങനൊരു തീം അപ്ലൈ ചെയ്യുന്നതിന് യാതൊരു കാരണവശാലും ഞാൻ യോജിക്കില്ല. കാര്യം ഇങ്ങനെ രീതിയിലൊരു തീം അപ്ലൈ ചെയ്യുന്നത് ഞാൻ യോജിക്കില്ല. കാര്യം ഈ ഒരു തീം നമുക്ക് അപ്ലൈ ചെയ്ത് എടുത്ത് നല്ല പെർഫെക്റ്റായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ ഈ തീം പെട്ടെന്ന് ക്ലോസ് ആയി പോകും. ഈ ഒരു തീമിൻ്റെ ഡിസൈൻ തന്നെ ക്ലോസ് ആയി പോകും. പിന്നീട് നിങ്ങളെ ഫോണിൻ്റെ ഒറിജിനൽ തീമിലായിരിക്കും വർക്ക് ആവുന്നത്. കാര്യം നിങ്ങൾ തേർഡ് പാർട്ടായിട്ട് ഒരു തീം എടുത്ത് ഇൻസ്റ്റാൾ ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് വർക്ക് ചെയ്താൽ അത് ക്ലോസ് ആയി പോകും. കാര്യം അത് ആപ്ലിക്കേഷൻ്റെ അല്ല, അവരുടെ അപ്ഡേറ്റ് വന്ന് കഴിഞ്ഞപ്പം ഉള്ള ഒരു ഇഷ്യൂ ആണ്. ഒരു തേർഡ് പാർട്ടായിട്ടുള്ള ആപ്ലിക്കേഷനൊന്നും അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടാണ് അത്രയും ആദ്യം ഇറങ്ങിയതിൻ്റെ അത്രയൊന്നും പെർഫെക്റ്റ് ആയിട്ട് സപ്പോർട്ട് ആവില്ല. കാര്യം അവരുടെ ഓരോ തീമിൻ്റെ അപ്ഡേറ്റ് വന്ന സമയത്ത് അങ്ങനെയുള്ളൊരു ഇഷ്യൂ ആണ്. അതിപ്പോൾ ഒരു ബഗ്ഗാണ് അത് അങ്ങനെ വരുന്നത്. അതുകൊണ്ട് ആ ഒരു തീം അപ്ലൈ ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫോണിനകത്ത് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. ബഗ് ഫയലോ അങ്ങനെയുള്ളത് കയറില്ല. കാര്യം ഈ ഒരു ബഗ് ഉണ്ടാകുന്നത് ഇത് ജസ്റ്റ് നമ്മൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പം ആ ഒരു പേജ് പെട്ടെന്ന് ക്ലോസ് ആയി പോവും. അതുപോലെ തന്നെ നമ്മളിട്ട തീമും മാറിപ്പോവും. തീം മാറിപ്പോയിട്ട് ഒറിജിനൽ തീം അവിടെ അപ്ലൈ ആവും. നമ്മുടെ ഫോണിൻ്റെ ഒറിജിനൽ തീം അപ്ലൈ ആവും. അപ്പോൾ നിങ്ങൾക്ക് ഈ തീം റിയലി നിങ്ങളുടെ ഫോണിൽ അപ്ലൈ ആയി തന്നെ കിടക്കണം. നിങ്ങൾ യാതൊരു കാരണം വെച്ചാൽ ഈ തീം ക്ലോസ് ആയി പോകരുത് എന്നുള്ളത് വേണമെങ്കിൽ നമ്മൾ നേരെ MIയുടെ തീം സെൻറ്ററിൽ വരിക. ജസ്റ്റ് ഡാറ്റ ഓൺ ആക്കിയിട്ട് MIയുടെ തീം സെൻറ്ററിലോട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് തീം സെൻറ്ററിൽ ഒഫീഷ്യലി ഈ ഇടയ്ക്ക് അതിന് അപ്ഡേറ്റ് വരുത്തി ഈ ഒരു മോഡലിലാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം എന്ന് പറയാൻ പറ്റൂ, ലോക്ക് സ്ക്രീൻ ഒന്നും ഇതിൻ്റെ അത്രയും പക്കയായി മാറിയിട്ടില്ല. എന്നാൽ ഏകദേശം ആ ഒരു രീതിയിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നേരെ നിങ്ങളുടെ ഫോണിലെ MIUI 12 എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു തീം ഡൗൺലോഡ് ചെയ്യുന്നതാണ്. MIUI 12 എന്ന് സെർച്ച് ചെയ്താൽ മതി. നിങ്ങളുടെ തീം സെൻറ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് MIUI 12 എന്ന് പറഞ്ഞ നമ്മൾ തീം സെൻറ്ററിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന തീം. അല്ലാതെ ഡയറക്റ്റ് തേർഡ് പാർട്ടിയായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു തീം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഡെവലപ്പർ ഓപ്ഷൻ്റെ താഴോട്ട് ഒരു ഓപ്ഷൻസും നമുക്ക് കാണില്ല. പിന്നീട് നമുക്ക് ഈ തീം ആണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റും. കണ്ടോ, നമ്മുടെ തീം സെൻറ്ററിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക് തീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ലോക്ക് സ്ക്രീൻ അതേ രീതിയിൽ മാറി കിട്ടും. എല്ലാ രീതിയിലും നമുക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ MIUI 12ൻ്റെ അപ്ഡേഷൻ അധികം വൈകാതെ തന്നെ വരും. കാര്യം റോൾ ഔട്ടും കാര്യങ്ങളൊക്കെ ഇറങ്ങിയത് നിങ്ങളും കണ്ടിട്ടുള്ളതായിരിക്കാം. വേണമെങ്കിൽ റോൾ ഔട്ടിൻ്റെ ലിസ്റ്റ് ഞാൻ ജസ്റ്റ് ഈ സ്ക്രീനിൽ കാണിക്കാം. അപ്പം നിങ്ങൾക്ക് ആ റോൾ ഔട്ടും കാര്യങ്ങളൊക്കെ അതിൽ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം. എന്നൊക്കെയാണ് നമ്മുടെ ഫോണിൽ ഒഫീഷ്യലി അപ്ഡേറ്റ് വരുന്നത്. അടുത്തൊരു മാസം മൊത്തം റെഡ്മി ഡിവൈസുകൾക്കൊക്കെ അപ്ഡേറ്റ് ആയിരിക്കും. അടുത്തൊരു മാസം ആദ്യം തൊട്ട് അവസാനം വരെ ഉള്ള ദിവസങ്ങളിൽ വരാത്ത റെഡ്മി ഫോണുകൾക്ക് പോലും അടുത്തൊരു മാസങ്ങളിൽ അപ്ഡേറ്റ് കിട്ടും. അവരുടെ മെയിൻ അപ്ഡേറ്റ് അടുത്തൊരു മാസത്തിലാണ് റിലീസ് ആവുന്നത്. ഇപ്പം ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ആ ഒരു ഒറിജിനൽ നമ്മുടെ തീം സെൻറ്ററിൽ നിന്ന് കിട്ടുന്ന ഒരു തീം. ഇപ്പം നിങ്ങൾക്ക് കാണാം പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ വർക്ക് ആവുന്നത്. കണ്ടോ, ആ ഒരു ഇതൊക്കെ വരുന്നതിൻ്റെ ഒരു ആനിമേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ പറയും ജസ്റ്റ്. അതുപോലെ ഞാൻ മെസ്സേജ് ലിസ്റ്റ് ഓപ്പൺ ചെയ്യുവാണ്. മെസ്സേജ് ലിസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും നല്ല രീതിയിൽ ആ ഒരു രീതിയിലുള്ള ആനിമേഷനിൽ അത് വർക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഡയറക്റ്റ് ലോക്ക് സ്ക്രീനിലോട്ട് പോകാൻ. നമ്മുടെ നോട്ടിഫിക്കേഷൻ കൺട്രോൾ പാനൽ എങ്ങനെ ആയെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് കണ്ടല്ലോ കൺട്രോൾ പാനലിൻ്റെ ഏകദേശം ഒരു മട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ചേഞ്ചൊക്കെ വന്നിട്ട് ഇവിടെ കണ്ടോ ഐഫോണിൻ്റെ കൂട്ടുള്ള ഇതും വന്ന് എല്ലാം ഒന്ന് മാറിയിട്ടുണ്ട്. അതുപോലെ ജസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് സ്വൈപ്പ് ചെയ്താൽ നമ്മുടെ അതേ രീതിയിലുള്ള കൺട്രോൾ പാനൽ നമുക്ക് ഇവിടെ കിട്ടും. ഈ തീം അപ്ലൈ ചെയ്ത് കളിച്ചാൽ നിങ്ങളുടെ ഫോണിൽ ഡയറക്റ്റ് ക്ലോസ് ആയി പോവുക അങ്ങനെയൊന്നുമില്ല. ഇപ്പം നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ഫോണിൽ ഗെയിം കളിക്കാനും എല്ലാം പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു തീം അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കളിക്കാം. അതിൽ ഒരു കാരണം വെച്ചാൽ ഇപ്പം ക്ലോസ് ആയി പോവുമോ അങ്ങനെയുള്ളതൊന്നുമില്ല. ഇത് MIയുടെ തീം സ്റ്റോറിൽ നിന്ന് തന്നെ എടുക്കുന്ന തീമാണ്. അപ്പോൾ ഈ ഒരു തീം മാത്രം നിങ്ങൾ എടുത്ത് യൂസ് ചെയ്യുക. തേർഡ് പാർട്ടിയോടുള്ള തീം ഞാൻ ലിങ്ക് കൊടുക്കാം, വേണമെന്നുള്ളവർക്ക് യൂസ് ചെയ്യാം. പക്ഷേ അത് എപ്പോഴും നിൽക്കില്ല, ഇടയ്ക്ക് ക്ലോസ് ആയി പോകും. അതെന്തോ ബഗ് ഇഷ്യൂ ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു തീം നിങ്ങൾക്ക് റിയലി യൂസ് ചെയ്യണമെങ്കിൽ തീം സ്റ്റോറിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാം. പിന്നെ ഇവിടെ കണ്ടോ നിങ്ങൾക്ക് ബ്രൈറ്റ്നസ് കുറയ്ക്കുമ്പോൾ അത് തന്നെ ബ്രൈറ്റ്നസ് കുറഞ്ഞു. ഇപ്പോൾ ഡാർക്ക് മോഡിലായിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ബാക്കിലത്തെ പിക്ചർ കാണിക്കാം, അല്ലെങ്കിൽ ഡാർക്ക് മോഡാക്കാം. ഇപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ബാറ്ററി സെർവർ ഇട്ടാൽ അവിടെ ബാറ്ററി സെർവർ വെക്കാറുണ്ട്. ലൈറ്റ് എല്ലാം വർക്ക് ആവുന്നുണ്ട് കേട്ടോ. തീമിനകത്ത് യാതൊരു കാരണം വെച്ചാൽ ഒരു ഗ്ലിച്ചോ കാര്യങ്ങളോ ഒന്നും അനുഭവപ്പെടുന്നില്ല. തീം സെൻറ്ററിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തൊരു തീമായിട്ട്. അപ്പോൾ എനിവേ
എനിവേ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഇൻഫർമേഷൻ ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോണം. അതിലിപ്പോൾ നിങ്ങൾ ഈ തീം എടുത്ത് നിങ്ങൾ ഡയറക്റ്റ് നിങ്ങൾക്ക് ഈ തീം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് MI സ്റ്റോറിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാതെ യാതൊരു കാരണവശാലും തേർഡ് പാർട്ടി ആയിട്ടുള്ള തീംസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കണ്ടിന്യൂസ് ആ ഒരു ഗെയിം ക്ലോസ് ആയി പോകും. കാര്യം അത് തീമിൻ്റെ ബഗ്ഗാണ്. തീം അപ്ലൈ ചെയ്തിരുന്ന സമയത്തായിരിക്കും നമ്മൾ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നത്. ചിലപ്പോൾ തീം നമ്മുടെ ഫോണിൽ സപ്പോർട്ട് ആവാത്ത ഒരവസ്ഥ വരുമ്പോൾ തീം ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മുടെ റെഡ്മി ഫോണുകൾ ക്ലോസ് ആക്കി കളയും. എന്നിട്ട് നമ്മുടെ ഒറിജിനൽ തീം തന്നെ അപ്ലൈ ആക്കി തരും. അതുകൊണ്ടാണ് ആ ഒരു ഇത് വരുന്നത്. അപ്പോൾ ഗെയിം കളിക്കുന്നവർക്കും വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു തീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ട് MI സ്റ്റോറിൽ നിന്നും തന്നെ നിങ്ങൾ തീം ഡൗൺലോഡ് ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്തൊരു ടെക്നോളജി വീഡിയോ